ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ന്യൂസ് പേപ്പറും ഫെവിക്കോളും വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ് കേട്ടോ. എന്തായാലും നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ന്യൂസ് പേപ്പറും ഫെവിക്കോളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ന്യൂസ് പേപ്പർ ഒരു അത്യാവശ്യം വലിപ്പമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതേതുപോലെ കുറച്ചധികം വേണം കേട്ടോ. അപ്പോൾ ഒരു ന്യൂസ് പേപ്പർ ഫുള്ളായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. പിന്നെ നമുക്ക് വേണ്ട ഇർക്കിളിയാണ്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് പേപ്പറിൻ്റെ പീസും, എന്നിട്ട് ഈ പീസിൻ്റെ ഈ കോണിൽ നമ്മുടെ ഇർക്കിളി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ പേപ്പർ ട്യൂബാണ് ഉണ്ടാക്കുന്നത്. പേപ്പർ ട്യൂബ് എന്ന് പറയും, പേപ്പർ സ്റ്റിക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. പക്ഷേ ആരെങ്കിലും ചെറിയ കുട്ടികൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കാൻ അറിയാത്ത കുട്ടികൾ ഇപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കാണിച്ചു തരുന്നത്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പേപ്പർ ട്യൂബായി. അതിൻ്റെ ഉള്ളിലത്തെ ഇർക്കിളി നമുക്കൊന്ന് വലിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ അധികം ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ കുറേ പേപ്പർ ട്യൂബ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഈ പേപ്പർ ട്യൂബ് എല്ലാം ഒരു കറക്റ്റ് സൈസിലാക്കണം. അപ്പോൾ ഇത് ഞാൻ ഒന്ന് കറക്റ്റിലാക്കിയിട്ട് പിന്നെ വേറെ ഒന്നെടുത്തിട്ട് അതിൻ്റെ കറക്റ്റിലാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ രണ്ട് വശവും വേണം നമ്മൾ കട്ട് ചെയ്യാൻ കേട്ടോ. രണ്ട് വശം ഒരു വൃത്തികേടായി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ട് ഭാഗവും നമ്മൾ ഒന്നെടുത്തിട്ട് അതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം, കണ്ടില്ലേ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്നായിട്ട് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത് ഫുള്ളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ല. അപ്പോൾ എല്ലാം കറക്റ്റ് സൈസിലായി കിട്ടിയിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. നമുക്കൊരു ട്യൂബ് എടുക്കാം. എന്നിട്ടിത് എല്ലാ ഭാഗവും ഒരേ അളവിലാകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ ഇതെല്ലാം ഒരേ അളവിലാണെന്നുള്ള ആ ഒരു രീതിയിൽ വന്നിടത്തുപോലെ ഒന്ന് ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സ്കെയിലൊക്കെ വെച്ചിട്ട് എല്ലാ ഭാഗവും കറക്റ്റ് അളവിൽ ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ ട്രയാങ്കിൾ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഈ രണ്ടും ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഫെവിക്കോൾ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ട്യൂബിൻ്റെ രണ്ട് ഹോളും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ചെറിയ ഹോൾ എടുത്തിട്ട് വലിയ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറക്കി കൊടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയും ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗവും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയും ചെയ്യുക കേട്ടോ. അത് ചിലപ്പോഴേ നമുക്ക് രണ്ട് ഭാഗവും കറക്റ്റ് അളവല്ലാതെ കിട്ടുള്ളൂ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനത്തിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒരേ അളവിൽ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്കിതുപോലെ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ എല്ലാ പേപ്പർ ട്യൂബ് ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഫെവിക്കോളൊക്കെ. അതിന് ശേഷം നമുക്കിതുപോലെ ഒരു നന്നായിട്ട് കട്ടിയുള്ള ഒരു ഒരു കാർഡ്ബോർഡ് അല്ലെങ്കിൽ കാർഡ് സ്റ്റോക്ക് എന്തെങ്കിലുമൊക്കെ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ട്രയാങ്കിൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആ ട്രയാങ്കിൾ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഷേപ്പുമ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു കട്ടിയുള്ള കാർഡ്ബോർഡ് പീസുമ്പോൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഏത് ട്രയാങ്കിൾ ഷേപ്പുമാണ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഷേപ്പ് തന്നെ എടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പോഴേ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് അടുത്ത പേപ്പർ ട്യൂബിന് ട്രയാങ്കിൾ എടുക്കാം. എന്നിട്ട് എവിടെയൊക്കെയാണോ നമ്മളിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്ന ഭാഗം ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ അവിടെയൊക്കെ നമുക്ക് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി വെച്ച് കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. നമ്മളൊരു സ്റ്റാറിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ. ഒരു ട്രയാങ്കിൾ ഒരു ഭാഗത്തേക്ക് വെക്കുക, പിന്നെ അടുത്ത ട്രയാങ്കിൾ എടുക്കുമ്പോൾ മറ്റേ ഭാഗത്തേക്ക് വെക്കുക. ഓക്കെ. ഇതുപോലെ ചെയ്തിട്ടെടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്ന് കരുതിയിട്ടാണ് വീണ്ടും ഓരോന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ആവും.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ട്രയാങ്കിൾ ഷേപ്പ് ഫുൾ ഇതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ വെച്ച് കൊടുത്തപ്പോൾ നമുക്ക് അടിപൊളി ഇങ്ങനെയുള്ളൊരു സംഭവമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താ യൂസ് ആക്കാന്ന് വെച്ചാൽ നമുക്കിത് ഫ്ലവർ വേസായിട്ട് യൂസ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പെൻ ഹോൾഡറായിട്ട് അങ്ങനെയൊക്കെ യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിങ്ങൾക്ക് നിർത്താം, അങ്ങനെ പെയിൻറ്റ് ചെയ്യണമെന്ന് ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒന്നും കൂടെ മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ബ്രൗൺ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഉൾഭാഗമൊന്നും എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ, കാരണം അത്രയും ഭയങ്കര റിസ്ക്കാണ് അതിൻ്റെ ഉള്ളൊക്കെ പെയിൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ പുറം വശമൊക്കെ കാണുന്ന ഭാഗത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം ഞാൻ ഒന്നുകൂടെ മൊഞ്ചാക്കാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ കോപ്പർ മെറ്റാലിക് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വെച്ച് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒരു ടച്ചിങ് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ബട്ടർഫ്ലൈയോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെ വെക്കുന്നത് കേട്ടോ, ഇനി ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാനിത് കുറച്ചധികം ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ പേപ്പർ ട്യൂബ് ആയതുകൊണ്ട് ഫ്ലവറിൻ്റെ വെയിറ്റ് താങ്ങാൻ ആ പോട്ടിന് കഴിയുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പഞ്ഞികളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ പഞ്ഞൊന്നും ഒന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നമ്മൾ മുറ്റത്തൊക്കെ ഉള്ള വെള്ളാരങ്കല്ലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കളർ കല്ലുകൾ ഇട്ട് കൊടുക്കുക. നല്ല വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ വേസാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്യാം, അങ്ങനെ യൂസ് ആക്കാം. പിന്നെ ഇതുപോലെ ബ്രഷ്, പെൻസില്, പെന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പേപ്പറും ഫെവിക്കോളും വെച്ചിട്ടുള്ള ക്രാഫ്റ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും എന്തായാലും ട്രൈ ചെയ്യുക കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണിച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക. എന്നാലാണ് പുതിയ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.